തിരുവനന്തപുരം പൂഴിക്കുന്നിൽ വീട്ടുവളപ്പിൽ മത്സ്യകൃഷി നടത്തി മാതൃകയാവുകയാണ് ഒരു യുവ കർഷകൻ. പൂഴിക്കുന്ന് സ്വദേശി സിജുവിന്റെ വീട്ടുവളപ്പിലാണ് മത്സ്യകൃഷിയും വിപണനവും സജീവമായിട്ടുള്ളത്. KSRTC ജീവനക്കാരൻ കൂടിയായ സിജു കോവിഡ് കാല പ്രതിസന്ധികൾ തരണം ചെയ്യാനാണ് മത്സ്യകൃഷി ആരംഭിച്ചത്. വീടിനോട് ചേർന്നുള്ള 25 സെന്റ് സ്ഥലത്ത് ഇസ്രയേലിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഹൈ സെൻസിറ്റീവ് ഫിഷ് ഫാമിംഗ് പ്രകാരമുള്ള കൃഷിയാണ് സിജു നടത്തുന്നത്. കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ കൃഷി എന്നതാണ് ഈ ടെക്നോളജിയുടെ പ്രത്യേകത. ഇതിലേക്കായി 25,000 ലിറ്റർ കൊള്ളുന്ന 7 ടാങ്കുകളാണ് വളപ്പിൽ ഒരുക്കിയിട്ടുള്ളത്. പ്രധാനമായും തിലോപ്പിയ, ആസാംവാള എന്നീ മത്സ്യങ്ങളാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കുറച്ചു സമയം കൊണ്ട് വിളവെടുക്കാൻ കഴിയുമെന്നുള്ളതും ഈ മത്സ്യങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നുള്ളതുമാണ് ഇവയെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് സിജു വ്യക്തമാക്കി. അധ്വാനിക്കാനുള്ള മനസ്സും പരിപാലിക്കാനുള്ള ക്ഷമയും കൈമുതലായുണ്ടെങ്കിൽ വീട്ടമ്മമാർക്കും യുവാക്കൾക്കും ചെയ്യാവുന്ന ഒരു കൃഷിയാണ് മത്സ്യകൃഷിയെന്ന് ട്യൂട്ടോറിയൽ അധ്യാപകൻ കൂടിയായ യുവ കർഷകൻ വ്യക്തമാക്കുന്നു. കൃഷി പൊതുവെ നമ്മൾ നഷ്ടമെന്നാണ് പറയുന്നതെങ്കിലും ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത് ഒരു ആനന്ദം, ആദായം, ആഹാരം. ഓക്കെ, അപ്പോൾ ആഹാരത്തിനാണ് നമ്മൾ മെയിനായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. അപ്പോൾ വിഷരഹിതമായിട്ടുള്ള ആഹാരം കഴിക്കാനാണ് മലയാളി ഇപ്പോൾ ധൃതി വെച്ച് പോവുകയാണ്. അപ്പോൾ നമ്മളെ ഡിമാൻഡ്, അതായത് നമുക്ക് ജീവനോടെ മീൻ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഡിമാൻഡായിട്ടാണ് അവിടെ കൂടുന്നത്. അപ്പം നമുക്ക് വിഷരഹിതമായ ആഹാരം കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ തിരക്ക് ഉറപ്പായും കസ്റ്റമേഴ്സ് വന്നിരിക്കും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് അവിടെ വിൽക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡിമാൻഡ് അനുസരിച്ച് നമുക്കിവിടെ കൃഷി ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് അതുകൊണ്ട് വളരെ ഹാപ്പിയാണ്. എല്ലാവരും ഈ ഒരു കൃഷി വീട്ടിലെങ്കിലും ചെറുതായിട്ട് തുടങ്ങി നമുക്ക് ആവശ്യമുള്ള മീനൊക്കെ സ്വന്തമായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കണമെന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. പെല്ലറ്റ് ഫുഡുകൾക്ക് പുറമെ അസോള, മരിച്ചിനിയില, ചേനയില തുടങ്ങിയവയാണ് മത്സ്യങ്ങൾക്ക് ഭക്ഷണത്തിനായി നൽകുന്നത്. വല്ലാർപാടം, നെയ്യാർഡാം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങുന്നത്. വിഷരഹിത മത്സ്യങ്ങൾ തേടിയെത്തുന്നവർക്ക് ഇവിടെ നിന്ന് ജീവനോടെ മത്സ്യങ്ങളെ വാങ്ങിപ്പോകാനും കഴിയും. മത്സ്യങ്ങൾക്ക് പുറമെ മുട്ടക്കോഴികളും പശുവും സിജുവിന്റെ ഈ ചെറു ഫാമിൽ വളരുന്നുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.